Hi dears, welcome back to my YouTube channel. I'm Uniram. Talk with me and walk with me. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാമെന്നുള്ളതാണ്. കാരണം ഈ ടെൻസ് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. ഈ ടെൻസിൻ്റെ ബേസിൽ കുറേ കാര്യങ്ങൾ നമുക്ക് നിത്യജീവിതത്തിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ 6 മണി മുതൽ ഇവിടെ കാത്തു നിൽക്കുന്നു. ഞാൻ 6 മണി മുതൽ ഇവിടെ കാത്തു നിൽക്കുന്നു. നീ വന്നില്ലല്ലോ. ടീച്ചർ എന്നെ 5ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ഞാൻ 6 മണി മുതൽ ഇവിടെ കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ 6 മണി എന്നുള്ള സമയം കഴിഞ്ഞു, ഒരു 7-7:30 അല്ലെങ്കിൽ 6 മണി എന്നുള്ള സമയം കഴിഞ്ഞിട്ട് തന്നെയായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ ആ പ്രവൃത്തി, കാത്തു നിൽക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ഒരു പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഈ പറയുന്ന സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെ പറയേണ്ടി വരുമ്പോൾ നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്? അത് ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഹാസ് ബീൻ ഡൂയിങ് അല്ലെങ്കിൽ ഹാസ് ബീൻ വർക്കിംഗ് അല്ലെങ്കിൽ ഹാവ് ബീൻ ഗോയിങ് അല്ലെങ്കിൽ ഹാവ് ബീൻ വെയിറ്റിംഗ്. ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് ചേർത്താൽ മതി. എന്താ പഠിക്കേണ്ടത്? ഹാവ് ഓർ ഹാസ്. ഹാവ് ആരുടെയൊക്കെ കൂടെയാണ് ചേർക്കുന്നതെന്ന് എൻ്റെ മക്കൾക്കറിയാമല്ലോ അല്ലേ? ഐയുടെ കൂടെ, പിന്നെ എല്ലാ ബഹുവചനങ്ങളുടെയും കൂടെ നമ്മൾ ഹാവ് ചേർക്കും. ഹാസ് എന്ന് പറയുന്നത് നമുക്ക് ഐ ഒഴികെയുള്ള എല്ലാ ഏകവചനങ്ങളുടെയും കൂടെ ഹാസ് ചേർക്കും. ഇപ്പം ഷീ ഹാസ്, ഹീ ഹാസ് എന്നൊക്കെയേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ടെൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റ് പാസ്റ്റിൽ തുടങ്ങിയ ഒരു സംഭവം ഈ വർത്തമാനകാലത്തിലും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പറയേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ടെൻസിലാണ് പറയുന്നത്. മനസ്സിലായോ മക്കൾക്ക്? പാസ്റ്റിൽ തുടങ്ങുന്ന ഒരു സംഭവം, ആ പ്രവൃത്തി പാസ്റ്റിലാണ് തുടങ്ങിയത്, അത് ഈ ഈ സമയത്തും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടി വന്നാൽ ഈ ടെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് ഹാവും ഹാസും പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. എന്താണ്? ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. ING ഫോം ഓഫ് ദ വെർബ്. കാരണം ING ഫോം ഓഫ് ദ വെർബ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും കണ്ടിന്യൂറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രവൃത്തിയുടെ തുടർച്ചയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് പഠിച്ചപ്പോഴൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണല്ലോ. ഐ ആം ഡൂയിങ്, ഐ ആം ടീച്ചിങ്, ഐ ആം വർക്കിംഗ്. അപ്പോൾ ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ നമുക്ക് അതേ ക്രിയയുടെ പാറ്റേൺ തന്നെ ഉപയോഗിക്കണം. ബട്ട് ഒരു കണ്ടീഷൻ മാത്രം. അവിടെ ആമിൻ്റെ സ്ഥാനത്ത് നമ്മളിവിടെ ഹാവും ഹാസും പ്ലസ് ബീനും കൂടി ചേർക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ 2 മണിക്കൂറുകളായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെ പറയാം? ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ പറയാം? ഞാനെന്നുള്ളതിന് അല്ലേ, ഞാനെന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഐ എന്നാ പറയുന്നത്. ഐയുടെ കൂടെ നമ്മൾ ചേർക്കേണ്ട സഹായക്രിയ എന്താണ്? നമുക്കറിയാം. ഐ ഹാവ്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവൃത്തിയുടെ കണ്ടിന്യൂറ്റിയെ കാണിക്കാൻ 2 മണിക്കൂറായിട്ട്. അപ്പോൾ ഐ ഹാവ് ബീൻ, ടീച്ച് എന്ന് പറയുന്ന ക്രിയയാണ് നമുക്കിവിടെ വേണ്ടത്. അതിൻ്റെ കൂടെ IN ചേർക്കുക. അപ്പോൾ ഐ ഹാവ് ബീൻ ടീച്ചിങ് വാട്ട്? ഞാൻ 2 മണിക്കൂറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 2 hours. അപ്പോൾ ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഫോർ ഉപയോഗിക്കുന്നത്. മുതൽ എന്ന് വരാം. മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ സിൻസാണ് അവിടെ ഉപയോഗിക്കേണ്ടി വരിക. അതായത് 2 മണിക്കൂറുകളായിട്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക? ഐ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് ആണോ ഫോർ 2 hours. 2 മണിക്കൂറുകളായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്? ആ ടീച്ചർ എന്നെ 5ാം ക്ലാസ് മുതൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ ടീച്ചർ എന്നെ 5ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയണം? ദ ടീച്ചർ ഹാസ് ബീൻ ടീച്ചിങ് മീ സിൻസ്
ദ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ഓർ ദി ഫോർത്ത് സ്റ്റാൻഡേർഡ്. അപ്പോൾ മുതൽ എന്ന് വരുമ്പോൾ സാധാരണ ഈ ഫോറും സിൻസും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലെ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോമിലാണ്. അതും കൂടുതലായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഫോറും സിൻസും എന്ന് പറയുന്ന ഈ പ്രിപ്പോസിഷൻസ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് കണ്ടിന്യൂസിലുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോറും സിൻസും എന്ന് പറയുന്നത് രണ്ട് പ്രിപ്പോസിഷൻസ് ആണ്. അത് ഉപയോഗിക്കുന്നത് ഫോർ ഈ സെൻസിൽ ആയിട്ടെന്ന് പറയുന്നതും സിൻസ് എന്ന് പറയുന്നത് മുതൽ എന്ന് കാണിക്കാനാണ്. അതായത് ഫോർ എന്ന് പറയുന്നതിനെ ഒരു ലോങ് പീരീഡിനെ കാണിക്കാനാണ്. ഇപ്പോൾ ഐ ഹാവ് ബീൻ ടോക്കിംഗ് ഫോർ ദി ലാസ്റ്റ് 2 hours. ഞാൻ കഴിഞ്ഞ 2 മണിക്കൂറുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഷീ ഹാസ് ബീൻ ട്രാവലിംഗ് ഫോർ ദ 2 days. ഫോർ ദ ലാസ്റ്റ് 2 days. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അവൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ബീൻ ഹിയറിങ് യു ഫോർ ദി ലാസ്റ്റ് 15 minutes. കഴിഞ്ഞ അവസാനത്തെ 15 മിനിറ്റുകളായിട്ട് ഞാൻ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ഹിയറിങ് യു ഫോർ ദ ലാസ്റ്റ് 15 minutes. പക്ഷേ 10 മണി മുതലാണ് നിങ്ങളെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പറയും? ഐ ഹാവ് ബീൻ ഹിയറിങ് യു സിൻസ് 10 o'clock. ഐ ഹാവ് ബീൻ ഹിയറിങ് യു സിൻസ് 10 o'clock. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 1990. 1990 മുതൽ ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ? എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 1990. 1990 മുതൽ ഞാനിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു കുറേ നേരമായിട്ട്. എന്നങ്ങനെ പറയാം, ഞാൻ നിങ്ങളിവിടെ കുറേ നേരമായിട്ട് കാത്തു നിൽക്കുന്നു. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു എ ലോങ് ടൈം. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് യു. ഞാൻ കാത്തിരിക്കുന്നു നിങ്ങളെ കുറേ നേരമായിട്ട്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് യു ഫോർ എ ലോങ് ടൈം. കുറേ സമയമായിട്ട്. അപ്പോൾ ആയിട്ട് എന്നർത്ഥത്തിൽ വരുമ്പോൾ നമ്മളവിടെ ഫോറാ ചേർക്കുന്നത് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ. അത് ഒത്തിരി അവസരങ്ങൾ നമുക്കുണ്ട് സംസാരിക്കേണ്ടതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ്. അപ്പോൾ ഷീ ഹാസ് ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് സിൻസ് ഹെർ ബർത്ത്. അവൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ 4ാം ക്ലാസ് മുതൽ അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട്. ഷീ ഹാസ് ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് സിൻസ് ദി 4th സ്റ്റാൻഡേർഡ്. 4ാം ക്ലാസ് മുതൽ അവൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രഭാതം മുതൽ ഞാനിവിടെ ഇരിക്കുന്നു. ഐ ഹാവ് ബീൻ സിറ്റിംഗ് ഹിയർ സിൻസ് ദ ഡോൺ. സിൻസ് ദ ഡോൺ, പ്രഭാതം മുതൽ. ഞാൻ 8 മണി മുതൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ റണ്ണിങ്. ഐ ഹാവ് ബീൻ റണ്ണിങ്. ഐ ഹാവ് ബീൻ റണ്ണിങ് 8 മണി മുതൽ. സിൻസ് 8 o'clock, നോട്ട് ഫോർ 8 o'clock. ഐ ഹാവ് ബീൻ റണ്ണിങ് സിൻസ് 8 o'clock. 8 മണി മുതൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 8 മണി മുതൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ബീൻ സ്പീക്കിംഗ് സിൻസ് 2 o'clock. ഞാൻ 2 മണി മുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് സിൻസ് 6 o'clock. 6 മണി മുതൽ അവൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഷീ ഹാസ് ബീൻ റീഡിങ് ദി ബൈബിൾ ഫോർ ദി ലാസ്റ്റ് 15 minutes. കഴിഞ്ഞ 15 മിനിറ്റുകളായിട്ട് അവൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ബീൻ ഹിയറിങ് ദ ന്യൂസ് സിൻസ് മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ കുട്ടിക്കാലം മുതൽ, കണ്ട, എൻ്റെ കുട്ടിക്കാലം മുതൽ. ഐ ഹാവ് ബീൻ ഹിയറിങ് ദ ന്യൂസ്. ഐ ഹാവ് ബീൻ ഹിയറിങ് ദ ന്യൂസ് സിൻസ് മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ 4 മണി മുതൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെ പറയാം? ഞാൻ 4 മണി മുതൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ബീൻ സീയിങ് ദിസ് ഫിലിം സിൻസ് 4 o'clock. 4 മണി മുതൽ. ഇനി ഞാൻ 2 മണിക്കൂറായിട്ട് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കണം എങ്ങനെ പറയാം? അതേ സെൻറ്റൻസ് തന്നെ നമുക്കൊന്ന് എഴുതിയെടുക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പോൾ ഇതിൻ്റെ ഫോർമുല മനസ്സിലായല്ലോ. ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING ഫോമാ. ഒരേ സെൻറ്റൻസ് തന്നെങ്കിൽ ഒരേ ആശയം തന്നെ നമുക്ക് സിൻസിലും ഫോറിലും പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ 2 മണിക്കൂറായിട്ട് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കണ്ടിന്യൂറ്റിയാണ്, കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ എന്താ 2 മണിക്കൂറായിട്ടെന്നാണ് പറയേണ്ടത്. 2 മണിക്കൂർ ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് നിങ്ങൾ ഫോർ 2 hours എന്നാണ് പറയുന്നത്. ഫോർ 2 hours. അപ്പോൾ ഐ ഹാവ് ബീൻ
seeing this film for 2 hours. I have been seeing this film for 2 hours. I have been watching this movie for 2 hours. ഞാൻ വാച്ച് ചെയ്യുന്നു ഈ മൂവി ഫോർ 2 hours. ഇനി എന്ത് പറയാം, ഞാൻ 6 മണി മുതലാണ് ഈ സിനിമ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ മുതൽ ഐ ഹാവ് ബീൻ വാച്ചിങ് ദിസ് മൂവി സിൻസ് 6 o'clock. അപ്പം സംഭവം ഒന്ന് തന്നെയാണ്, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, പക്ഷേ സിൻസും ഫോറും നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ്സ് എ പ്രിപ്പോസിഷൻ. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിൻ്റെ ഉപയോഗം ഇതാണ്. പാസ്റ്റ് ടെൻസിൽ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രവൃത്തി വർത്തമാനകാലത്തിലും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് പറയാൻ ശ്രമിക്കുക. അവിടെ സബ്ജക്റ്റായി വരാം, വി വരാം, ദേ വരാം. ദേ ഹാവ് ബീൻ കോളിങ് മീ സിൻസ് മോർണിംഗ്. പ്രഭാതം മുതൽ അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഭാതം മുതൽ അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ദേ ഹാവ് ബീൻ കോളിങ് മീ സിൻസ് മോർണിംഗ്, അല്ലെങ്കിൽ ദേ ഹാവ് ബീൻ കോളിങ് മീ സിൻസ് 6 o'clock. 6 മണി മുതൽ അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഐ ഹാവ് നോട്ട് എറ്റ് റെസ്പോണ്ടഡ്. പക്ഷെ ഞാൻ ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല. ബട്ട് ഐ ഹാവ് നോട്ട് എറ്റ് ഗോൺ, ഐ ഹാവ് നോട്ട് എറ്റ് സ്റ്റാർട്ടഡ് മൈ ജേർണി. ഞാൻ ഇതുവരെ എൻ്റെ യാത്ര തുടർന്നിട്ടില്ല. ദേ ഹാവ് ബീൻ കോളിങ് മീ സിൻസ് 6 o'clock. 6 മണി മുതൽ അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് അറ്റ് ദ ബസ് സ്റ്റേഷൻ for the last 15 minutes. She has been watching us for a long time. അവൾ നമ്മളെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലേ. The police has been watching us for a long time. The പോലീസുകാർ നമ്മളെ കുറേ നേരമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. പോലീസുകാർ നമ്മളെ കുറേ നേരമായിട്ട് നിരീക്ഷിക്കുന്നു. The police has been watching us. The police has been watching us for a long time. കുറേ നേരമായിട്ട് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. He has been searching something for a long time. അവൻ എന്തോ അന്വേഷിക്കുന്നുണ്ട് കുറേ നേരമായിട്ട്. He has been searching something. He has been searching something. അവൻ എന്തോ തിരയുന്നുണ്ട്. He has been searching something for a long time. കുറേ നേരമായിട്ട്. She has been playing chess since 8 o'clock. 8 മണി മുതൽ അവൾ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 മണി മുതൽ. She has been cooking since 8 o'clock. 8 മണി മുതൽ അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. She has been cooking since 8 o'clock. She has been sleeping since 6 o'clock. അവൾ 6 മണി മുതൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. She has been sleeping for 3 hours. ഉണ്ടോ? She has been sleeping for 3 hours. അവൾ 3 മണിക്കൂറായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. I have been doing this work for the last 2 weeks. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I have been doing this work. ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2 ആഴ്ചകളായിട്ട്. I have been doing this work for the last 2 weeks. 2 ആഴ്ചകളായിട്ട്. I have been praying for this for the last 7 years. കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. I have been praying for this for the last 7 years. കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. We have been constructing this building since മാർച്ച് മുതൽ ഞങ്ങൾ ഈ പണി തുടങ്ങിയതാണ്. We have been constructing this building since this March. ഈ മാർച്ച് മുതൽ, ഈ ജനുവരി മുതൽ. അപ്പോൾ മുതൽ എന്ന് കാണിക്കുമ്പോൾ സിൻസ് 1990 കേട്ടോ, 1990 മുതൽ. See, I have been teaching English since 1990. ഞാൻ 1990 മുതൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യു ഹാവ് ബീൻ ഹിയറിംഗ് മീ സിൻസ് 2 o'clock. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതിന് 2 മണി മുതൽ. യു ഹാവ് ബീൻ ഹിയറിംഗ് മീ, യു ഹാവ് ബീൻ വാച്ചിങ് മീ, ഐ ഹാവ് ബീൻ ടോക്കിംഗ് യു സിൻസ്, ഐ ഹാവ് ബീൻ ടീച്ചിങ് യു ഫോർ. അപ്പോൾ ഹാവ് ഓർ ഹാസ്. ഷീ ഹാസ് ബീൻ സിറ്റിംഗ് ഹിയർ, ഷീ ഹാസ് ബീൻ ലിസണിങ് മൈ ക്ലാസ്, ദേ ഹാവ് ബീൻ ഹിയറിംഗ് മീ, ദേ ഹാവ് ബീൻ വാച്ചിങ് മീ, ദേ ഹാവ് ബീൻ ഹെൽപ്പിംഗ് മീ, ദേ ഹാവ് ബീൻ ട്രാവലിംഗ് വിത്ത് മീ. We have been going together. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, അല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. സിൻസ് 7 o'clock. 7 മണി മുതൽ ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. We have been traveling since 7 o'clock. 7 മണി മുതൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ this is present perfect continuous. Present perfect continuous, when you think of it, the formula by which we will make a present perfect continuous is have or has plus been plus
ing form of the verb. It represents an action that is beginning from the past and continues till the present. At the moment of the speaker speaks something, the action is continuing till the present. Okay, I think ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് മനസ്സിലായിട്ടുണ്ട്. യു ജസ്റ്റ് പ്രാക്ടീസ് ഇറ്റ് ഡേ ടു ഡേ ലൈഫിൽ. നിങ്ങളുടെ ജീവിതത്തിൽ പറയാനുണ്ടാവും, ഐ ഹാവ് ബീൻ വെയിറ്റ് ഹിയർ, ഐ ഹാവ് ബീൻ കോളിങ് യു സിൻസ് 8 o'clock. അമ്മയെ ഞാൻ 8 മണി മുതൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ കോളിങ് മൈ മദർ സിൻസ് 8 o'clock. ഷീ ഹാസ് നോട്ട് ടേക്കൺ ദ ഫോൺ സ്റ്റിൽ. ഇതുവരെ എടുത്തിട്ടില്ല അമ്മ. ഐ ഹാവ് ബീൻ എക്സ്പെക്റ്റിംഗ് യു സിൻസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ മുതൽ നിന്നെ കാത്തിരിക്കുന്ന. ഐ ഹാവ് ബീൻ എക്സ്പെക്റ്റിംഗ്, പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു അല്ലേ. ഞാൻ നിന്നെ ഇന്നലെ മുതൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ഹാവ് ബീൻ എക്സ്പെക്റ്റിംഗ്, ഹാവ് ബീൻ ഹിയറിംഗ്, ഷീ ഹാസ് ബീൻ ടോക്കിംഗ്, ഷീ ഹാസ് ബീൻ ഡൂയിങ് ദ വർക്ക്, ഷീ ഹാസ് ബീൻ ഡ്രോയിങ് ഇറ്റ്, ഷീ ഹാസ് ബീൻ വൈറ്റ് വാഷിങ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing ഫോം ചേർത്തുകൊണ്ട് ഈ പ്രിപ്പോസിഷൻ കൂടി നമ്മൾ അവിടെ ചേർക്കേണ്ടി വരും. എന്താണ്? ഫോർ ഓർ സിൻസ്. സിൻസ് ഫോർ എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡിനെ കാണിക്കാനാണെങ്കിൽ സിൻസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈം മുതലാണ്. സിൻസ് 6 o'clock, 6 മണി മുതൽ. സിൻസ് മാർച്ച് മുതൽ. സിൻസ് 1990, 1990 മുതൽ. അപ്പോൾ സിൻസ് മുതൽ എന്ന് കാണിക്കാനും ഫോർ എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡിനെ കാണിക്കാം. അത് 15 minutes ആവാം, 2 hours ആവാം, 2 days ആവാം, 2 years ആവാം. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 6 o'clock. മഴ 6 മണി മുതൽ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 6 o'clock. 6 മണി മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ്. ഹി ഹാസ് ബീൻ ടോക്കിംഗ് സിൻസ് ഹി ഗോട്ട് ദ മൈക്ക് അയാളിലേക്ക് കിട്ടിയപ്പോൾ മുതൽ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹി ഹാസ് ബീൻ ടോക്കിംഗ് സിൻസ് ഹി ഗോട്ട് ദിസ് മൈക്ക്. ആ മൈക്ക് കിട്ടിയത് മുതൽ അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ വന്നപ്പോൾ മുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹി ഹാസ് ബീൻ ഈറ്റിംഗ് ഫുഡ് സിൻസ് ഹി കെയിം. അവൻ വന്നപ്പോൾ മുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സിൻസും ഫോറും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മളിങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് കാണിക്കാൻ പാസ്റ്റിൽ തുടങ്ങി പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് കാണിക്കാൻ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ടെൻസിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമ്മൾ വരുന്നവരെ have a nice day, keep safe and sound, bye, see you.